ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുക്കള ജോലി ഈസി ആക്കാൻ പറ്റുന്ന ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. പച്ചമുളക് കുറച്ചധികം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ പച്ചമുളക് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് തുടയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതിനുവേണ്ടി ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അടിയിൽ ടിഷ്യൂയും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചു കൊടുത്താൽ ഒത്തിരി ടിഷ്യൂ ഒന്നും വെക്കേണ്ട, ഒരെണ്ണം വെച്ചാൽ മതി. എയർ ടൈറ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ചധികം ദിവസം കേടാവാതെ ഇരുന്നോളും. ഈ നാരങ്ങ ഇങ്ങനെ ഉണങ്ങിപ്പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഇതേ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എല്ലാ നാരങ്ങയും നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു ബോക്സിലോട്ടാക്കി കൊടുത്താൽ മതി. കുറച്ചധികം കാലം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇഞ്ചി നമ്മളങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം. ഇഞ്ചിയൊക്കെ നമുക്ക് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഇഞ്ചിയൊന്നും നഷ്ടപ്പെടാതെ തന്നെ. ഇതുണ്ട്, നമ്മൾ സ്പൂൺ ഇതേപോലത്തെ ഒരു ഇത് മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് സ്പൂൺ എടുക്കാൻ സാധിക്കും. നമ്മൾ കുക്കിംഗ് ചെയ്യണമെങ്കിൽ ഒപ്പം തന്നെ സ്പൂണും കൂടെ നമുക്ക് തരേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. കണ്ടതേ, ഇഞ്ചിയൊക്കെ ഞാൻ പെട്ടെന്ന് ഈ സ്പൂൺ വെച്ച് തന്നെ അതിൻ്റെ തോലൊക്കെ മാറ്റി എടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലത്തെ ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇഞ്ചിയൊക്കെ നന്നാക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കേടാവാതെ രാവിലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാം. അതേപോലെ കറിവേപ്പില ഞാൻ എടുത്ത് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമുക്ക് ചെറിയ ഉള്ളിയായാലും വെളുത്തുള്ളിയായാലും നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ ഇതേപോലെ നമ്മളാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പെട്ടെന്ന് എപ്പോഴും ഇഞ്ചിയും തോലൊക്കെ കളയുകയോ വെളുത്തുള്ളിയും ഇതൊക്കെ നന്നാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ നേരിട്ട് തന്നെ എടുത്തങ്ങ് വെച്ചാൽ മതി. നമുക്ക് എത്ര വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാവുന്നതാണ്. ഈ സവോള ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് അരിഞ്ഞങ്ങ് വയ്ക്കുവാണെങ്കിൽ അതും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അടിയിൽ ഞാൻ ടിഷ്യൂം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വാർന്നു പോകുന്ന ടൈപ്പാണിത്. ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സവോളയൊക്കെ നന്നാക്കി ഇങ്ങനെ ടിഷ്യൂ ഒക്കെ വെച്ച് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ അടച്ച് വയ്ക്കാറുണ്ട്. കുറച്ച് ദിവസമൊക്കെ ഇത് കേടാവാതിരുന്നുള്ളൂ. ഈ ഫിഷ് നമ്മളെങ്ങനെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. അതിന് ഏത് ടൈപ്പ് ഫിഷ് ആയാലും നമ്മൾ നന്നാക്കി എടുത്തതിന് ശേഷം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. ഇനി കുരുമുളക് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെങ്ങനെയൊക്കെ പൊടിച്ച് ഉപയോഗിക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മളത് കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട്. 1-2 കഷ്ണം ചുക്കും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുരുമുളക്. പിന്നെ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു സ്പൂണും കൂടെ ചേർത്താൽ മതി. പിന്നെ പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തല്ലേ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അതിന്. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് പൊടിച്ച് നോക്ക്. നല്ലൊരു മണമാണ് ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചാൽ. ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പിയിലോട്ടാക്കി എടുത്ത് വയ്ക്കാം. ഞാനിങ്ങനെ മീനൊക്കെ വറക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ടത്. പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് തന്നെ ഞാൻ ചേർക്കുന്നു. പിന്നെ പച്ചമുളകിൻ്റെ ഞെട്ടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അതിന് പിറ്റേ ദിവസം ഞാനിങ്ങനെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ ചെടികൾക്കൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ നമുക്ക് അത്യാവശ്യം മുളകൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ, മുളകായാലും ഏത് കൃഷിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു കീടനാശിനിയായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ജൈവ കൃഷിയിലൂടെ നമുക്കിങ്ങനെ മുളകുകളായാലും നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. അല്ലാതെ വേറെ കീടപ്രയോഗത്തിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് വേണ്ടത് ഈ മുളകൊക്കെ ഒരു ചീനിയും തന്നെ ഞാൻ അത്യാവശ്യം മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. കേട്ടോ, കുറച്ചേ ഉള്ളെങ്കിലും നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് കോവലുണ്ട്. കോവലിനൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ വേറെ കീടപ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല. ഇതേപോണൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്.
ഇത് മുളകൊക്കെ ഞാൻ പാകി പറിച്ച് നട്ട് വെച്ചേക്കുന്നതാണ്. കരിയില ഇട്ട് വെച്ചേക്കുന്നത് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതെടുത്ത് നമ്മൾ എല്ലാ കൃഷികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കൃഷികൾക്കും ചെടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, ചെറിയ ചെടികളുടെ മുകളൊക്കെ ഇങ്ങനെ എന്തോ പ്രാണി വന്നിങ്ങനെ മുറിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഒഴിച്ചാൽ പിന്നെ അതിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ മുളകൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളില്ലാതെ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. മുളകല്ല, ഏത് കൃഷിക്കും നമുക്കിത് തളിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുണ്ട്, കുറച്ച് മുളകൊക്കെ ഞാൻ പാകി പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതുണ്ട് വഴുതന, അതായത് നിസർ കയറി കിടക്കുന്നുണ്ടോ. നിസർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടായിക്കോളും. പിന്നെ വേറെ കീടങ്ങളുടെ ഉപദ്രവമൊന്നും ഉണ്ടാകത്തില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.